പച്ച കുബന്റെ അടുത്തായിട്ടില്ല, പച്ച കുബന്റെ അടുത്തായിട്ടില്ല ബാബിൽ ജിബിരിയിലും ബാബിൽ ബക്കിയും എന്ന് പറഞ്ഞ രണ്ട് വാതിലും വരുന്നുണ്ട്. അതിന്റെ ഇടയിലായിട്ട് ഒരു കെട്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കെട്ട് കാണുന്നുണ്ട് അതിന്റെ ഇടയിലായിട്ട്. ആ ഒരു കെട്ടിന്റെ ചരിത്രം എന്താന്ന് പലർക്കും അറിയില്ല. ആ ഒരു ചരിത്രം നമുക്കൊന്ന് കേട്ടാൽ, രണ്ട് ബാബിന്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലം കണ്ടില്ല, ഒരു കെട്ടിൽ ഒരു മതിൽ കെട്ടായിട്ട് നിർത്തിക്കണം. ഒരുപാട് പേര് കാണുന്നുണ്ടാവും, ആ ഒരു സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു എന്നാ പറയുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു ജനാസ നിസ്കരിച്ചിരുന്നത്. പഴയ കാലത്ത് ഹിജ്റ വന്ന സമയത്ത് മദീനത്തേക്ക് മുസ്ലിങ്ങൾ വളരെ കുറച്ചുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിൽ പോയിട്ട്, അതായത് സ്വഹാബത്തുകൾ വന്ന് പറയായിരുന്നു, അതായത് ഇങ്ങനെ ഇന്നൊരാള് ഇന്ന ഗോത്രത്തിലൊരാൾ മരിച്ചിട്ടുണ്ട്, അപ്പൊ അങ്ങനെ വീട്ടിൽ പോയിട്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ നിസ്കരിച്ചത്. പിന്നീട് മദീന മൊത്തം മുസ്ലിങ്ങളായ സമയത്ത്, അതായത് എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സ്വഹാബത്തുകൾ ജനാസ കൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് വരാറാണ് പതിവ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ജനാസ നിസ്കരിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും നേരത്തെ വരുന്ന മയ്യത്തുകൾ ഇവിടെ തന്നെയാണല്ലോ വെക്കാറുള്ളത്. അതായത് അതാത് സ്ഥലന്റെ സമയങ്ങളിലാണ് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുക. അപ്പൊ നേരത്തെ വരുന്ന മയ്യത്തുകൾ വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് വെക്കാറുള്ളത്.